ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവർ, ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചതാണ്. എങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആരാണെന്നും നമ്മൾ എന്താകണമെന്നും നമുക്ക് മനസ്സിലാകുള്ളൂ. ഈ കൺവിഷൻ്റെ വിജയം അവിടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. എന്താണ് ദൈവത്തിൻ്റെ ഛായ? ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യം 1 യോഹന്നാൻ 4:8 നമ്മൾ വായിക്കും. ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ ഛായ സ്നേഹമാണ്. സ്നേഹം കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞ് ഓർത്തിട്ട് കാണാൻ പറ്റുമോ? അതേസമയം ഐ ലവ് യു ഒന്നും പറഞ്ഞില്ലേലും പ്രസവിച്ചിട്ട് ഒരു ദിവസമായ കൊച്ചിന് അമ്മ മുലപ്പാൽ കൊടുക്കുമ്പോൾ ആ കൊച്ചിന് മനസ്സിലാവും സ്നേഹം. മനസ്സിലാകിയല്ലേ? വിശന്ന് പൊരിഞ്ഞ് കെട്ടിയോൻ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭാര്യ കപ്പപ്പുഴുക്കും മീൻകറിയും ഉണ്ടാക്കി വെച്ച് കഴിക്കുമ്പോൾ ഭർത്താവിന് മനസ്സിലാവും അവൾക്ക് എന്നോട് സ്നേഹമുണ്ട്. അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അയലോക്കത്തെ വീട്ടിൽ അയൽക്കൂട്ടം കഴിഞ്ഞ് പിന്നെ 1.5 മണിക്കൂർ നേരത്തെ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുക ഭാര്യ. ഭർത്താവ് വിളിച്ചു, എടിയെ ഇങ്ങോട്ട് വാടി, നിങ്ങൾ അവിടെ ഇരിക്കും മനുഷ്യ, നിങ്ങൾക്ക് വേണം വല്ലതും ആ കളത്തിലുണ്ടോ നോക്ക് കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വരുമ്പോൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ഭർത്താവ് ഭാര്യ വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്ന് നിങ്ങൾക്ക് തോന്നുമോ ഭർത്താക്കന്മാരെ? ഇല്ല. സ്നേഹം അനുഭവിക്കാൻ പറ്റും, കാണാൻ പറ്റത്തില്ല. ദൈവം നമ്മളോട് ഐ ലവ് യു പറയുകയല്ല ചെയ്തത്, നമുക്ക് ജീവിക്കാനുള്ള സകലത ഒഴിവാക്കി നമുക്ക് ഉരുവാക്കി തന്നു. മാത്രമല്ല റോമ 8:32 നമ്മളിങ്ങനെ വായിക്കും. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടൊപ്പം സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയാണ്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നു. മാത്രമല്ല അവനോടൊപ്പം സമസ്തവും നമുക്ക് ദാനമായി നൽകുക. നമ്മൾ ചോദിക്കാതെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്നത്. ആണോ? അല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം. നമുക്കും സ്നേഹമുണ്ട്. നമുക്ക് സ്നേഹമില്ലേ? ഉണ്ട്. എങ്ങനെയാണ് നമ്മുടെ സ്നേഹം? ഞാനൊരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ വീട്ടിലൊരു കല്യാണം വന്നു. ഭാര്യയും ഭർത്താവും കൂടെ ലിസ്റ്റ് ഇടാതിരിക്കുകയാണ് കല്യാണം വിളിക്കുന്നവരുടെ. അപ്പോൾ ഇങ്ങനെ ഭർത്താവ് പേരൊക്കെ എടുത്ത് വെച്ചിട്ട്, എടീ നമ്മുടെ അപ്പുറത്തെ ഗോവിന്ദൻ്റെ മകൻ്റെ കല്യാണത്തിന് നമ്മളെ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു ചേട്ടായി, അതിൻ്റെ പാർട്ടിക്കും വിളിച്ചായിരുന്നു, അതിൻ്റെ കല്യാണക്കുടിക്ക് പോകാനും വിളിച്ചായിരുന്നു. വിളിച്ചായിരുന്നല്ലേ. അപ്പോൾ ഗോവിന്ദനും ഭാര്യയും അവർ നമ്മളെത്ര അടി പോയത്? അല്ല, അവരെത്ര ഇങ്ങോട്ട് വന്നത്? അവർ 3 പേര് വന്നു. എന്നാൽ നമുക്ക് 3 പേർക്ക് അവർ 3 പേര് വന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ കല്യാണം വിളിക്കുക. ഇപ്പുറത്തെ വീട്ടിലെ മത്തായി നമ്മളെ കല്യാണം വിളിച്ചാൽ, ഇല്ല ചേട്ടായി അവരുടെ ഒരു കാര്യത്തിനും നമ്മളെ വിളിച്ചില്ല. എന്നാൽ പിന്നെ അവരെ വിളിക്കണ്ട. അങ്ങനെയല്ലേ? അല്ലേ? നിങ്ങൾ എന്തോന്നും മിണ്ടാതെ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്നേഹം അങ്ങനെയാ. നമ്മളെ ചിരിച്ചു കാണിച്ചാൽ നമ്മൾ ചിരിച്ചു കാണിക്കും, അല്ലേ? നമുക്ക് എന്തെങ്കിലും മേടിച്ചു തന്നാൽ അവർക്ക് മേടിച്ചു കൊടുക്കും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അത്രയേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയല്ല. മത്തായിയുടെ സുവിശേഷം 5 നമ്മൾ വായിക്കും. 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ ക്ഷമയെക്കുറിച്ചൊക്കെ പറയുന്ന വചനഭാഗങ്ങളുടെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ ഒരുപോലെ മഞ്ഞും മഴയും ഒഴുക്കുന്നു. 44-45 വാക്യങ്ങൾ നമ്മളത് വായിക്കും. ഒരുപോലെ ദുഷ്ടൻ്റെ പറമ്പിൽ കുറച്ച് മഴയും, നല്ല പള്ളിയിൽ പോകുന്ന അല്ലെങ്കിൽ നല്ല മനുഷ്യരെ എല്ലാവർക്കും ദാനമൊക്കെ കൊടുക്കുന്നവൻ്റെ പറമ്പിൽ 2 ദിവസം മഴയും, മറ്റേ പള്ളി പോകാതെ തെറിയും പറഞ്ഞ് നടക്കുന്നവൻ്റെ വീട്ടിൽ പറമ്പിൽ വർഷത്തിലൊരിക്കൽ മാത്രം ഒരു മഴയാണ് കൊടുക്കുന്നത് ദൈവം. ആണോ? അല്ല, ഒരേ സെൻറ്റിഗ്രേഡിൽ മഴയും കൊടുക്കുകയാണ് ദൈവം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 3:22 പറയും, ദൈവത്തിൻ്റെ സ്നേഹം എവർലാസ്റ്റിംഗ് ലവ്, അസ്തമിക്കാത്ത സ്നേഹമാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സ്നേഹം നമ്മളിലുണ്ടോ? ഇല്ല. നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞാലും ഈ ഛായ നമുക്ക് ഇല്ല. വേണ്ടേ? അപ്പം അതിനുള്ള വഴിയും പറഞ്ഞു തരാം. നമുക്ക് ആ സ്നേഹമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുള്ള വഴി റോമ 5:5 ആണ്. റോമ 5:5. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ എന്താണ് വായിക്കുക? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, എന്തെന്നാൽ നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാ മുഖാന്തരം ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെയാണ്
ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുക. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും സ്നേഹിക്കാൻ, നമ്മളെ തല്ലുന്നവനെയും നമുക്കെതിരായി നിൽക്കുന്നവനെയും കുതികാൽ വെട്ടുന്നവനെയും ഒക്കെ സ്നേഹിക്കാൻ നമ്മുടെ ഹൃദയത്തിന് വ്യവസ്ഥ കൂടാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരണം. പ്രൈസ് ദി ലോർഡ്.